90കളിലെ മലയാള സിനിമയിലെ മികച്ച കുറച്ച് വില്ലത്തിമാരെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. കഴിഞ്ഞ ദിവസം അമ്മായിയമ്മമാരാണ് ഞാൻ പറഞ്ഞത്, ഇത് ആ കൂട്ടത്തിലുള്ള വില്ലത്തികൾ. അപ്പൊ ആദ്യം തന്നെ തുടങ്ങാം. നമുക്ക് ആനപ്പാറ അച്ഛമ്മേനെന്ന് ഗോഡ് ഫാദറിലെ ഫിലോമിന, രണ്ടാമത് നമ്മുടെ മീന. ഇപ്പൊ നിങ്ങൾ ശരിക്കും സ്ത്രീധരൻ നമ്മൾ പറഞ്ഞു പോയ കേസായതുകൊണ്ട് ഞാനതോടെ എടുക്കുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരുടെ ഏതാണ്ട് ഒരു ലാസ്റ്റ് പടം തോന്നുന്നു കിള്ളിക്കുറിശിയിലെ കുടുംബമേള എന്ന സിനിമയിലെ വില്ലത്തിയായിരുന്നു നമ്മുടെ മീന. പിന്നെ നമ്മുടെ സുകുമാരി കുറച്ചധികം പടത്തിൽ വില്ലത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് രാജവാഴ്ച എന്ന സിനിമയിലെ വില്ലത്തി ഇത്തിരി കണ്ടു കട്ടിയ. പിന്നെയാണ് നമ്മുടെ ഉഷാറാണി വില്ലത്തിയായിട്ട് അഭിനയിച്ച ഒരു ഇതൊക്കെ നെഗറ്റീവ് റോൾസാ. അതിൽ 2-3 ഞാൻ പറയാം. പാളയത്തിലെ നമ്മുടെ ഉർവശിയുടെ ചെറിയമ്മ, അത് ഇത്തിരി നല്ല കിടു വില്ലത്തി തന്നെയായിരുന്നു. പിന്നെ അതുകൂടാണ്ട് സ്വർണ്ണക്കിരീടം എന്ന സിനിമയിലെ വില്ലത്തി, പിന്നെ ഹിറ്റ്ലറിലെ ഡാൻസ് ടീച്ചറെ നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒരു 3 ക്രെഡിറ്റ് നമ്മുടെ ഉഷാറാണിയുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കമ്മീഷണർ എന്ന സിനിമയിലെ രാഗിണി മറന്നിട്ടുണ്ടാവില്ലല്ലോ. സുരേഷ് ഇവിടെ നല്ല കിടിലൻ ഡയലോഗ് പുള്ളിക്കാരിക്ക് എതിരെയായിരുന്നു. ഇത്രയും നേരം നമ്മൾ കണ്ട വില്ലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ 2 വില്ലത്തികളുണ്ട്. ഒന്ന് ഞാൻ പറയാം KPC ലളിത. ഏതാ സിനിമ? ആദ്യത്തെ കൺമണി. ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ഒരു സിനിമ ആയിരുന്നു. അതില് ജയറാമിന് പെങ്കൊച്ചെന്നറിഞ്ഞിട്ട് കൊല്ലാൻ പറയുന്ന ഒരു അമ്മൂമ്മ മുത്തശ്ശി, അത് അത്യാവശ്യം ചലഞ്ചിങ് ഉള്ള ഒരു വില്ലത്തിയായിരുന്നു. രണ്ടാമത് നമ്മുടെ ഉഷ, അതായത് ഉഷ 2 സിനിമയിൽ വില്ലത്തി റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്ത്രീധനം, അറിയാലോ, അതില് എല്ലാവരുടെ അടുത്തൊരു വലിയ ക്യാരക്ടർ ആയിരുന്നു. അത് ഒരാളുടെ അടുത്തൊരു സോഫ്റ്റ് കോർണർ അല്ല, സ്വന്തം ഭർത്താവിനോട് പോലും ഇത്തിരി റൂഡായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഉഷയുടെ. പിന്നെ അഞ്ചര കല്യാണം എന്ന സിനിമയിൽ ജനാർദ്ദനന്റെ 6ാം ഭാര്യ എന്ന് തോന്നുന്നു ഉഷ. ഈ 2 ക്യാരക്ടേഴ്സ് ആണ് വില്ലത്തിക്ക് ഇത്രയും നേരം പറഞ്ഞതിൽ ഒരു ഇത്തിരി മുൻതൂക്കം കൊടുക്കുന്നു കേട്ടോ. എന്റെ അറിവില് ഇത്രയും വില്ലത്തികളാണ് 90s നല്ല ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ, കമന്റ് ചെയ്യണേ.